എല്ലാവർക്കും കൊച്ചു സന്തോഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഇടിയപ്പത്തിനുള്ളൊരു മുട്ട ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഒരു മുറി തേങ്ങ, ഒരു 4 കഷ്ണം ചെറിയ ഉള്ളി, സ്വല്പം പെരിഞ്ചീരകം, അതായത് വലിയ ജീരകം, മഞ്ഞൾപ്പൊടി ചേർക്കും ഈ ചമ്മന്തിയിൽ. മഞ്ഞൾപ്പൊടി അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് എരിവനുസരിച്ച് ഞാനിവിടെ കാശ്മീരി മുളക് പൊടി 1 സ്പൂണാണ് എടുക്കുന്നത്. ചമ്മന്തി കുറച്ചുണ്ടാക്കുന്നതേ ഉള്ളൂ, അതുകൊണ്ട് ഓരോരുത്തരുടെ അളവിനനുസരിച്ച് മുളക് പൊടിയൊക്കെ ചേർത്തോളണം. ഇനി ഉപ്പും കൂടെ ഇട്ട് സ്വല്പം വെള്ളം ഒഴിച്ച് ഒന്ന് അടിച്ചു കൊണ്ടുവരാം. വെള്ളം അധികം ആവരുത്, എങ്കിൽ തെറിക്കും. മിക്സിയിൽ വെച്ചൊന്ന് അടിച്ചു കൊണ്ടുവരാം. ഇടിയപ്പത്തിന് ഏറ്റവും നല്ല ചമ്മന്തിയാണ്. ഇവിടെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ അടിച്ചെടുക്കണം. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിച്ചു കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് കൂടി ഇടണം. എണ്ണ ചൂടാകുമ്പം കടുക് ഇടാം. താളിക്കാനൊക്കെ, അതായത് കടുക് പൊട്ടിക്കാനൊക്കെ നമ്മൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് ഇതിന് ശേഷം ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചത്, 2 വറ്റൽമുളക്, കറിവേപ്പില, ഇത്രയും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കണം. കടുക് പൊട്ടി വരുന്നതേ ഉള്ളൂ. 2 മുട്ട ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. എത്ര മുട്ട വേണോ ചേർക്കാം. ഞാനിവിടെ കുറച്ച് ചമ്മന്തി ആയതുകൊണ്ട് അതിനുള്ള മുട്ട എടുത്തോളൂ. ഉള്ളി ഇട്ട് കൊടുക്കുക. ആദ്യം ചെറിയ ഉള്ളി അരിഞ്ഞ് വറ്റൽമുളക് ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കറിവേപ്പില ഇടണം. താളിക്കുന്നതൊക്കെ, കടുക് പൊട്ടിക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്, എങ്കിലും ഞാൻ കാണിക്കുന്നതാണ്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ആ ചമ്മന്തി നമുക്ക് അതിൽ ഒഴിച്ചു കൊടുക്കുക. അരച്ച് വെച്ചേക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം അധികമായി പോവരുത്, എന്നാൽ ഇത് ലൂസും ആവരുത്, കട്ടിയാവരുത്. ആ രീതിയിലുള്ള ചമ്മന്തിയാണ്. ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും നല്ലൊരു കറിയാണ്. ഇനി 2 മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എത്ര മുട്ട വേണോ ചേർക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കുന്നുള്ളൂ, അതിനുള്ള മുട്ട ഞാനിവിടെ ചേർക്കുന്നു. ഇനി കുറച്ച് നേരത്തേക്ക് സ്പൂൺ ഇടേച്ചില്ല, അടച്ച് വെച്ച് ഒന്ന് തിളക്കട്ടെ. ഈ ചമ്മന്തി നല്ല രീതിയിൽ ഇതേ രീതിയിൽ ഒന്ന് തിളച്ച് വരുമ്പോൾ മുട്ട നല്ല കട്ടിയാവും. ഇങ്ങനെ മുട്ട കട്ടിയായി കിട്ടണം. ക്യാമറ ഒന്ന് അങ്ങോട്ട് നീങ്ങിപ്പോയി, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ചമ്മന്തി ഇവിടെ റെഡിയായി. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.